കൊച്ചിയിൽ നിന്ന് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു വാർത്ത കോടതി വാർത്തയാണ്. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടി ചോദ്യം ചെയ്ത് എസ്റ്റേറ്റുകൾ നൽകിയ ഹർജികൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണല്ലോ. എന്താണ് പ്രതീക്ഷിക്കേണ്ട? അവരുടെ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്? അശ്വതി, പുനരധിവാസവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെ കണ്ടുവെച്ച മേഖലകൾ, അതിൽ ഈ പുനരധിവാസം അതിൻ്റെതായ നിയമങ്ങൾ എടുത്തുകൊണ്ട് അതിൽ ഏറ്റെടുക്കുവാനുള്ള ഒരു നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്നത്. രണ്ട് എസ്റ്റേറ്റുകൾക്ക് കീഴിലുള്ള ഭൂമികളാണ്. അതിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെയും അതോടൊപ്പം തന്നെ ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൻ്റെയും ഭൂമികൾ ഇതിൽ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരാണ് ഇതിൽ തടസ്സമായിട്ട് തങ്ങൾക്ക് പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ളത് കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ നിലവിൽ ഹൈക്കോടതി ഇതിലൊരു തീരുമാനമാകും വരെയും ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിയായ കാര്യങ്ങൾക്ക് സർക്കാർ അത് സർക്കാരിനോട് ഏറ്റെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളിലൊരു തീരുമാനമാകും വരെയും അതിലൊരു ഹൈക്കോടതിയുടെ ഇടപെടൽ നിലവിലുണ്ട്. ഇതിൽ എൽസ്റ്റൺ ഭൂമി എസ്റ്റേറ്റ് അവർ പറയുന്നത് ന്യായമായ വില തങ്ങൾക്ക് ലഭിക്കണമെന്ന് പറയുന്നുണ്ട്. സർക്കാർ ഒരു ഭാഗത്ത് ഈ ഭൂമി ന്യായമായ വില നൽകി തന്നെയാണ് തങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എൽസ്റ്റൺ കമ്പനി പറയുന്നത് കൃത്യമായ രീതിയിൽ തങ്ങൾക്ക് ന്യായമായ ഇതിൽ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ കൂടിയേ തീരൂ എന്ന് അവർ ബോധിപ്പിക്കുന്നു. അതോടൊപ്പം ഹാരിസൺ മലയാളം ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് തങ്ങൾക്കും ഈ ഇതിൽ തിരിച്ചടികളുണ്ടായിട്ടുണ്ട്, ഉരുൾപൊട്ടലടക്കമുള്ള കാര്യങ്ങൾ തങ്ങൾക്കും കനത്ത നഷ്ടങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുമാത്രവുമല്ല, അനുയോജ്യമായ മറ്റ് ഇടങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ഏകപക്ഷീയമായിട്ട് ഇത്തരം അന്വേഷണങ്ങൾ ഈ ചുരുക്കം ചില ഭൂമികളിലേക്ക് ചുരുക്കാതെ മറ്റിടങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ഇത് ഈ ഉരുൾപൊട്ടൽ തങ്ങളുടെ നഷ്ടം കൂടി പരിഗണിക്കണം, തങ്ങൾക്കും തിരിച്ചടികൾ നേരിട്ടുള്ളതാണ് എന്നൊരു കാര്യം കൂടി അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. എന്താണ് കോടതി കാര്യങ്ങളിൽ നിരീക്ഷണം നടത്തുക എന്നതാണ്. ഒപ്പം ഈ സർക്കാരിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്താണ് ബോധിപ്പിക്കാനുള്ളത് എന്നത് കൂടി അറിയേണ്ടതുണ്ട്. കാരണം പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വളരെയധികം ദൂരം മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടമുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു തടസ്സങ്ങളിലേക്ക് വരുന്നത്. അത്തരം കാര്യങ്ങൾ മറികടക്കാൻ അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ വിശ്വാസത്തിലേക്ക് എടുക്കുന്നതിന് വേണ്ടി സർക്കാർ എന്താണ് ഇനി ഇതിന് മറുപടിയായി പറയേണ്ടത് എന്നതടക്കം ഇന്ന് കോടതി നടപടികളിലൂടെ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ഡാനി, എന്തായാലും ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കോടതി എന്ത് പറയുമെന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.